ഞാൻ റൂട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് മിക്കവാറും ഞാൻ ഇതുവഴി പോയാൽ കാറേ പോയാലും ഞങ്ങൾ വാങ്ങുന്ന ഒരു 2 കിലോയെങ്കിലും വാങ്ങിയിട്ടേ പോകത്തുള്ളൂ. വാങ്ങിക്കാനുള്ള പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതേ നാടൻ ശർക്കര നമ്മൾ കണ്ട് വാങ്ങുന്നത് മറ്റു മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ മായങ്ങളൊക്കെ അതില്ലാതെ നമുക്ക് വിശ്വസിച്ചെടുക്കാം. മാത്രമല്ല പിന്നീട് ഈ ക്രീം പോലെ ദ്രവരൂപത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ട്. അതും ഞാൻ വാങ്ങാറില്ല. എനിക്ക് വീട്ടിലാണെങ്കിലും വൈഫിനുമൊക്കെ ഇഷ്ടം ഇതാണ്. പലഹാരത്തിൽ ചേർക്കാൻ ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഈ പെസഹായ്ക്ക് പാല് കാച്ചാനൊക്കെ ഇത് പ്രത്യേക ടേസ്റ്റാണ്. പാല് കാച്ചുമ്പോഴത്തേക്കും സാധാരണ ശർക്കര നമ്മൾ ഉരുക്കിയൊക്കെ എടുത്ത് വരുമ്പോൾ അടി കുറേ മണ്ണും അതും ഇതുമൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനൊരു സംഭവം ഇല്ല. നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഒരു ഫംഗ്ഷനിലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ശർക്കര എന്ന് പറയുന്നത്. പ്രഥമൻ എന്ന് കേട്ടാൽ ശർക്കര ഇല്ലാതെ പ്രഥമൻ വെക്കാൻ പറ്റുമോ? പായസം പറ്റുമോ? പറ്റത്തില്ല. അന്നേരം യാതൊരു കലർപ്പും ഇല്ലാതെ, അതായത് നമ്മൾ ശർക്കര എന്ന് കേൾക്കുമ്പോൾ മറയൂരാണ് ആദ്യം ഓർമ്മ വരുന്നത്. എന്നാൽ മറയൂർ ശർക്കര ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ കോട്ടയത്തുണ്ട്. അന്നേരം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് ശർക്കരകളിലുള്ള മായം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തനതായി അത് യാതൊരു കലർപ്പും ഇല്ലാതെ സ്വന്തം പാടത്തിൽ തന്നെ കരിമ്പ് കൃഷി ചെയ്ത് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പിൻ ജ്യൂസ് എടുത്ത് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അന്നേരം അധ്യാപന വൃത്തിക്ക് ശേഷം റിട്ടയർമെൻറ്റിൽ മനസ്സിന് സന്തോഷവും സുഖവും കിട്ടുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ജോസ് സാർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിൽ നിൽക്കുകയാണ്. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഉണ്ട ശർക്കര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മറയൂരാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കാരണം മറയൂർ ശർക്കര ആണ് കൂടുതൽ ഫേമസ്. അതായത് വർഷങ്ങളായി ഇപ്പം കോട്ടയത്ത് ശുദ്ധമായ കലർപ്പില്ലാത്ത, അതായത് മായമില്ലാത്ത നല്ല ശർക്കര കൊടുക്കുന്ന ഒരു സ്ഥലമാണ് സാറിൻ്റെ ഈ കരിമ്പിൻ തോട്ടവും അതേപോലെ തന്നെ ആ തോട്ടത്തോടനുബന്ധിച്ചുള്ള ശർക്കര ഉണ്ടാക്കുന്ന സ്ഥാപനവും ഒക്കെ. അന്നേരം ഈ ഒരു മേഖലയിലോട്ട് വരാൻ സാറൊരു അധ്യാപകനല്ലേ അല്ലേ? ഏത് സ്കൂളിലായിരുന്നു? ഞാൻ അയർക്കുന്നം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 10 വർഷമായി. റിട്ടയർമെൻറ്റിന് ശേഷമാണോ നമ്മൾ? റിട്ടയർമെൻറ്റിന് ശേഷമാണ് കരിമ്പ് കൃഷിയെക്കുറിച്ചും ശർക്കര നിർമ്മാണത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചത്. നമ്മുടെ നാട്ടിൽ കേരളത്തിലെമ്പാടും ശർക്കര കിട്ടും, പക്ഷെ ശുദ്ധമായ ശർക്കര എങ്ങും കിട്ടത്തില്ല. ഈ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എന്നാലാവുന്നത് ചെയ്യുക എന്ന ഒരു ചിന്ത എനിക്കുണ്ടായി. ഈ കരിമ്പ് വെട്ടി ആട്ടി ശർക്കര ഉണ്ടാക്കുകയാണ്. കരിമ്പ് വെട്ടി ആട്ടി ശർക്കര ഉണ്ടാക്കുമ്പോൾ ഒരൊറ്റ ലളിതമായ പ്രക്രിയ മാത്രമാണ് ചെയ്യുന്നത്. കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുക, ആ ജ്യൂസിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം വറ്റിക്കുമ്പോൾ ശർക്കര ഉണ്ടാകും. ഇതൊരു നാച്ചുറൽ പ്രക്രിയ, സ്വാഭാവികമായ പ്രക്രിയയാണ്, നാച്ചുറൽ പ്രോസസ്സാണ്. അതുകൊണ്ട് ഈ നാച്ചുറൽ പ്രോസസ്സ് വഴി ലഭിക്കുന്ന ശർക്കര എന്ന ഈ ഉൽപ്പന്നം നാച്ചുറൽ പ്രൊഡക്റ്റാണ്, തികച്ചും എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റാണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നില്ല, മറ്റ് ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല. ഗുണം മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു വസ്തുവാണ് ഈ ശർക്കര. ഈ കരിമ്പ് കൃഷിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, മറ്റു കൃഷിക്കൊന്നും ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. അതിന് കളനാശിനി ആവശ്യമില്ല, കീടനാശിനി ആവശ്യമില്ല, കുമിൾനാശിനി ആവശ്യമില്ല. ഇതൊന്നും ആവശ്യമില്ലാത്ത ഏക കൃഷിയാണ് കരിമ്പ് കൃഷി. 44 നദികളുള്ള കൊച്ചു സംസ്ഥാനമാണ് കേരളം. ആ 44 നദികളുടെ ഇരുകരകളും വളരെ ഫലഭൂയിഷ്ഠമുള്ള മണ്ണാണ്. ഞാൻ കരിമ്പ് കൃഷി ചെയ്യുന്നത് അതിലൊരു നദിയായ മീനച്ചിലാറിൻ്റെ തീരത്താണ്. മീനച്ചിലാറിൻ്റെ ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തോടെ ഒഴുകുകയാണ്. ഈ ആറ്റുതീരത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ മണ്ണ് എല്ലാ മൈക്രോ, സാധാരണ മൂലകങ്ങൾക്ക് പുറമെ എല്ലാ മൈക്രോ ന്യൂട്രിയൻസും ആ മണ്ണിലുണ്ട്. കൂടാതെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ധാരാളം എക്കൽ വന്ന് അടിയുകയും
ധാരാളം വളം അതുപോലെ ലഭിക്കുകയും ഈ വെള്ളത്തിൽ നൈട്രജൻ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ആ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ കടന്നു വരുന്ന വെള്ളത്തിലുള്ള നൈട്രജൻ ഈ മണ്ണിലടിയാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശുദ്ധമായ ശർക്കര നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൂടാ എന്നുള്ള ചോദ്യം ഞാൻ സ്വയം ചോദിക്കുകയും ആ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്തുകയും ചെയ്തതാണ് ഈ കരിമ്പ് കൃഷി ഇവിടെയുള്ള ഈ ശർക്കര നിർമ്മാണശാലയുമല്ല. എത്ര കൊല്ലമായി കാണാം സാർ തുടങ്ങിയിട്ട്? ഇത് ഞാൻ 9 വർഷമായി. 9 വർഷമായി. ഈ 9 വർഷമായിട്ട് സാറിന് ഈ കരിമ്പ് കൃഷിയിൽ വിജയമായിരുന്നു? എനിക്ക് വിജയമാണ്. നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ടോ? നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗാണ്. ഡയറക്റ്റ് മാർക്കറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് സ്ഥലത്ത് തന്നെ സെയില്, അല്ലാതെ നമുക്ക് വേറെ ദിവസവും 200 കിലോ ശർക്കരയൊക്കെ ഇവിടുന്ന് തന്നെ നേരിട്ട് വാങ്ങുന്ന നമ്മുടെ ഓക്കെ ഓക്കെ. പാലായിലുള്ള ആൻസ് ബേക്കറി എന്ന പ്രസിദ്ധമായ ബേക്കറി നമ്മുടെ ശർക്കര വാങ്ങിയാണ് അലുവ ഉണ്ടാക്കുന്നത്. അവരുടെ അലുവയ്ക്ക് മാർക്കറ്റിൽ 400 രൂപ വിലയാണെന്നാണ് എൻ്റെ അറിവ്. ശരി. മറ്റുള്ളവരുടെയൊക്കെ അലുവയ്ക്ക് 200-200 അടുത്തുള്ള വില. അത്രയും ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റും അത്രയും ഗുണമുള്ള നിലവാരം പുലർത്തുന്ന ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബേക്കറിയാണ് ആൻസ് ബേക്കറി. നമ്മുടെ ശർക്കര നിലവാരം ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവരെടുക്കുന്നത്. അതെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ നമ്മളെ ശർക്കര ഉപയോഗിച്ചാൽ മതിയാവും. നമ്മൾ പ്രത്യേകിച്ചൊരു വിപണി കണ്ടെത്തിയിട്ടില്ല. ഇല്ല, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങും, നല്ലതാണെന്ന് ബോധ്യപ്പെടും, അവർ വീണ്ടും വന്നു മാനുഫാക്ചറിങ് ചെയ്യുന്നിടത്ത് തന്നെ സെയില്. വേറെ ഔട്ട്ലെറ്റ് ഇല്ല? വേറെ ഒരു ഔട്ട്ലെറ്റും ഇല്ല. നമ്മളിപ്പം കരിമ്പ് കൊണ്ടിട്ടേക്കുക ഇല്ല, ഇനി ഇത് എങ്ങനെയാണ് പ്രോസസ്സിങ്? ഇത് ഈ ചക്ക് ഉപയോഗിച്ച്, ഈ കാണുന്ന ചക്കാണ്, ഈ ചക്ക് ഉപയോഗിച്ച് കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കും. ആ ജ്യൂസിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം വറ്റിക്കുന്നതിനാണ് ഈ ഷെഡും ആ ഷെഡിനുള്ളിലുള്ള ആ സംവിധാനങ്ങളെല്ലാം. ഇവിടുന്ന് വെള്ളം വറ്റിക്കുന്ന കരിമ്പിൻ ജ്യൂസിലെ വെള്ളം വറ്റിക്കുന്ന പ്രക്രിയ ഇപ്പം നടക്കുകയാണ്. നമുക്കെന്നാ അങ്ങോട്ട് പോയാലോ? ഇപ്പോൾ ഈ കരിമ്പൻ ജ്യൂസിലുള്ള വെള്ളം പൂർണ്ണമായും വറ്റിയ ഒരു അവസ്ഥയാണിത്. ഇതിപ്പോൾ ശർക്കര ആക്കാൻ വേണ്ടി ഉണ്ട്. ഈ തോണി, തടി കൊണ്ടുള്ള തോണി അല്ലെങ്കിൽ മരവി എന്ന് പറയും, മരവിയിലോട്ട് ഇത് ഒഴിക്കും. ഒഴിച്ചിട്ട് ചട്ട് ഉപയോഗിച്ച് ഇളക്കി തണുപ്പിക്കും. തണുപ്പിച്ച് കഴിഞ്ഞ് ഒരു 60-70 ഡിഗ്രി സെൽഷ്യസ് ചൂടാകുമ്പോഴത്തേക്കും കൈകൊണ്ട് ഉരുട്ടും. അങ്ങനെ ഉണ്ട ശർക്കര ഉണ്ടാക്കും. ഉണ്ട ശർക്കരയാണ് ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത്. ചിലയിടങ്ങളിൽ ദ്രാവക രൂപത്തിലുള്ള ശർക്കരയുണ്ട്, അതിന് പതിയൻ എന്ന് പറയും. തിരുവല്ല സൈഡിൽ കൂടുതലായി ദ്രാവക രൂപത്തിലുള്ള ശർക്കരയാണ് ഉണ്ടാക്കുക. ആ ശർക്കരയ്ക്കൊരു കുഴപ്പമുണ്ട്, അത് ദീർഘനാൾ കേടുകൂടാതിരിക്കില്ല. ഏതാനും ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഉപരിതലത്തിൽ പൂപ്പൽ വരും. അതിൽ വെള്ളമുള്ളത് കൊണ്ടാണ് ഈ പൂപ്പലുണ്ടാവുക. ഉണ്ട ശർക്കരയ്ക്ക് അങ്ങനെ പൂപ്പലുണ്ടാവില്ല, ദീർഘനാൾ കേടുകൂടാതിരിക്കും. വലിയ 5-6 മാസം കഴിഞ്ഞ് നല്ല മഴയുള്ള അവസരങ്ങളിലൊക്കെ വരുമ്പോൾ, വായു സമ്പർക്കം വരുമ്പോൾ അത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയും അത് അലിക്കുകയും പൂക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ദീർഘനാൾ കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയുള്ള കേടൊന്നും വരാതിരിക്കാൻ വേറെ സംവിധാനമുണ്ട്. ഫ്രിഡ്ജിനുള്ളിൽ വെച്ചാൽ മതി, ഒരു കേടും സംഭവിക്കില്ല. നമുക്ക് ഈ കരിമ്പ് അവിടുന്ന് ജ്യൂസാക്കി കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ച് തിളപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ വെള്ളം മാറുന്നത്. തിളപ്പിക്കുമ്പോൾ ഇത് ബാഷ്പീകരണം എന്ന പ്രവർത്തനം അവിടെ നടക്കുന്നു. ബാഷ്പീകരണം എന്ന് പറയുന്നത് ജലം തിളച്ച് നീരാവിയായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. അതാണ് ഇവിടെ നടക്കുക. അതങ്ങനെ നോക്കി അവിടെ ബാഷ്പീകരണം നടക്കുക. ജലം ആ കരിമ്പൻ ജ്യൂസിലുള്ള വെള്ളം മുഴുവൻ തിളച്ച് കഴിയുമ്പോഴാണ് ബാഷ്പീകരണം കൂടുക. ബാഷ്പീകരണത്തിന് പല ഘടകങ്ങളുണ്ട്. ഇടുന്ന ഇന്ധനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ബാഷ്പീകരണ നിരക്ക് കൂടും. പിന്നെ പാത്രത്തിൻ്റെ തല വിസ്തീർണം കൂടുന്നതനുസരിച്ച് ബാഷ്പീകരണ നിരക്ക് കൂടും. ബാഷ്പീകരണ നിരക്ക് ഇങ്ങനെ 2-3 ഘടകങ്ങളെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ തീ ഇടുമ്പോൾ പെട്ടെന്ന് ബാഷ്പീകരണം നടക്കുകയും പെട്ടെന്ന് ശർക്കരയായി മാറുകയും ചെയ്യും. ഇപ്പം 2 ചെമ്പില്ലേ അവിടെ വെച്ചിട്ട്, 2 ചെമ്പെന്നാണ് ഞങ്ങൾ പറയും, 2 പാത്രം. അതിന് പകരം 3 പാത്രവും 4 പാത്രവും ഒക്കെ വെച്ച് പെട്ടെന്ന് അതിനെ
ശർക്കരയാക്കി മാറ്റാനുള്ള സംവിധാനമുണ്ട്. ഇത് ഒരു ട്രിപ്പ് നമ്മൾ എത്ര കിലോ ശർക്കര ഉൽപ്പാദിപ്പിക്കും? ഇപ്പം നമ്മളിവിടെ ചെറിയ അളവിലാണ് 25 കിലോ. 25 കിലോ ഒരു ചെമ്പീന്ന്? ഒരു ചെമ്പീന്ന് അല്ലേ? അന്നേരം ഒരു ദിവസം എത്ര കിലോ? ഒരു ദിവസം ആ ഒരു യൂണിറ്റിൽ തന്നെ ഒരു 400 കിലോ എടുക്കും. എത്ര? 100 കിലോ. ഇവിടെയും 100 കിലോ 200 കിലോ ശർക്കര ഉൽപ്പാദനം. ആ 200 കിലോ അന്ന് തന്നെ തീരും. അന്ന് തന്നെ നമുക്ക് കൊടുക്കാതെ പറ്റാതാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഓണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഓണം, ഈസ്റ്റർ, വിഷു ഒക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. എന്തുകൊണ്ട് സാറിൻ്റെ ഈ ശർക്കരയ്ക്ക്, ശർക്കരയ്ക്ക് അല്ലെങ്കിൽ കോട്ടയത്ത് സാറിൻ്റെ ജോസ് സാറിൻ്റെ ശർക്കരയ്ക്ക് ഇത്ര ഡിമാൻഡ് വരുന്നു? അത് ശുദ്ധമായി നിർമ്മിക്കുന്നതാണെന്ന് ആളുകൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ പറ്റുന്നുണ്ട്. മറ്റ് ശർക്കരയിൽ നിന്നുള്ള പ്രത്യേകത ഇപ്പം മറയൂർ ശർക്കര അങ്ങനെയൊക്കെയുള്ള മാർക്കറ്റിൽ ലഭിക്കുന്ന മുഴുവൻ കെമിക്കലാണ്. പിന്നെ അത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഉണ്ടാക്കുന്നത്. അവരും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവരത് ഉണ്ടാക്കുന്ന ശർക്കര നേരിട്ട് ഒരു കസ്റ്റമർക്ക് അവർ കൊടുക്കുന്നില്ല. അതെ. എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായി ഞാനുണ്ടാക്കുന്ന ശർക്കര നേരിട്ടാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഞാനുണ്ടാക്കുന്ന ഈ ശർക്കരയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ നേരിട്ട് തന്നെ എന്നോട് പരാതി പറയും. അതെ. അപ്പോൾ പരാതി വഴിയുന്നത്ര ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർക്ക് നേരിട്ട് തന്നെ നമ്മൾ പറയാൻ നമുക്ക് ആ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതെ അതെ. ഇന്ന് മാർക്കറ്റിൽ നിലവിലുള്ള ശർക്കര എന്ന് പറയുന്നത് കൃത്രിമ നിറവും കൃത്രിമ രുചിയുമുള്ള ശർക്കരയാണ്. ഞാൻ കൃത്രിമമായി ഒന്നും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശുദ്ധമായ അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ ശർക്കര കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയിലും ഉപ്പുരസമുണ്ട്. ഉപ്പുരസമുള്ള ശർക്കര മലയാളിക്ക് വേണ്ട. ശർക്കരയിലെ ഉപ്പുരസം ഇല്ലാതാക്കി ശർക്കരയിലെ ഉപ്പുരസം അവർ ഇല്ലാതാക്കുന്നത് പഞ്ചസാര ചേർത്താണ്. ഓ ശരി. പഞ്ചസാരയ്ക്ക് ഫാക്ടറിയിലെ ചെറിയ വിലയൊക്കെ നമ്മൾ കടയിൽ മേടിക്കാൻ ചെല്ലുമ്പോൾ 40 രൂപ വിലയാണെങ്കിലും പഞ്ചസാര ഫാക്ടറിയിൽ 20-25 രൂപയ്ക്ക് കൂടിയ വിലയില്ല. ഇവർ ഈ അൺറിഫൈൻഡ് ബ്രൗൺ ഷുഗറാണ്. റിഫൈൻ ചെയ്യാത്ത പഞ്ചസാരയ്ക്ക് വില കുറവാണ്. അതാണ് ഈ ശർക്കരയിലെ ഉപ്പുരസം ഇല്ലാതാക്കാൻ വേണ്ടി അവർ പരിയിടുന്നത്. അപ്പോൾ ആ കറുപ്പ് മാറ്റി 916 ഗോൾഡിൻ്റെ കളറോടുകൂടി അവർ മാർക്കറ്റിൽ ശർക്കര എത്തി. ഈ കളർ കിട്ടണമെങ്കിൽ സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന കെമിക്കൽ ഉപയോഗിക്കും. സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന കെമിക്കൽ, ആ കെമിക്കലിനൊരു ഓമന പേരുണ്ട്, ഹൈഡ്രോസ് എന്നാണ് അവർ പറയുക. ഈ ഹൈഡ്രോസ് ഇട്ടാണ് 916 ഗോൾഡ് കളറോട് കൂടിയ ശർക്കര ഉണ്ടാക്കുന്നത്. ഈ കളറോടുകൂടി ഇത് മാർക്കറ്റിൽ അവരെത്തിക്കുകയാണ്. ശുദ്ധമായ ശർക്കര, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതിൽ വീഡിയോ കണ്ട് കാണും, അത് ഇഷ്ടപ്പെട്ട് കാണും. അത് മാത്രമല്ല സാറ് പറയുന്നത് തികച്ചും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരിട്ട് കാണുകയും ചെയ്തതാണ്. ഒന്നാം കിടങ്ങൂർ റോഡിലാണ്. റോഡിൽ കല്ലിട്ട് നട ജംഗ്ഷൻ അടുത്താണ് ഈ സ്ഥാപനം. കല്ലിട്ട് നട. ഓക്കെ ഓക്കെ. അതായത് നമുക്ക് നേരിട്ട് വന്നാൽ പർച്ചേസ് ചെയ്യാം, അല്ലാതെ വേറെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. ആൾക്ക് നേരിട്ട് വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവരൊന്ന് കാണാം, കണ്ട് ബോധ്യപ്പെടും, അതിൻ്റെ ക്വാളിറ്റി വിലയിരുത്താം, സാമ്പിൾ കഴിച്ചിട്ട് വാങ്ങിക്കാം. അതാണ് അതിൻ്റെ പ്ലാൻ. അതെ അതെ. അതിൽ ശുദ്ധമായ ശർക്കരയ്ക്ക് സാറിനെ സമീപിക്കുക. അതിൽ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.